സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പരമേശ്വരനും പത്മിനിയും കൂടി വരുണിനോട് രാധികയോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. പത്മിനി പറയണേ, എന്നാലേ ഞങ്ങളെ നികുടപ്പം കൂടാൻ വിളമ്പാനൊക്കെ ആയിട്ട്. അത് കേൾക്കുന്നത് വരുൺ പറയണേ, അയ്യടാ അത് വേണ്ട, ഇതേ ഞങ്ങൾ ഏറ്റെടുത്ത ജോലിയാ. പിന്നെ അച്ഛനും അമ്മയും ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഗസ്റ്റുകളായിട്ടല്ലേ, അപ്പം നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ നിന്നാൽ മതി കേട്ടോ. അതെ, ഞങ്ങൾക്ക് അവിടെ കുറച്ച് പണിയും കൂടി തീർക്കാനുണ്ട്. ഈ സമയം പത്മിനി രാധികനെ വിളിച്ചുകൊണ്ട് പോകണേ, മോളിങ്ങ് വന്നേ. മോളെ, മോൾക്കിവിടെ വന്നതിലും ഈ ഒരു ഓർഡർ കിട്ടിയിലും എന്തെങ്കിലും വിഷമമല്ലോ ഉണ്ടോ? അമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? ഞാനിവിടെ ഭക്ഷണങ്ങളൊക്കെ വിളമ്പി ഒരു ജോലിക്കാരിനെ പോലെ നിൽക്കുന്നത് കൊണ്ടാണോ? അതിലെനിക്ക് ഒരു വിഷമവും ഇല്ലമ്മേ. ഞാനേ എൻ്റെ തൊഴിലല്ലേ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ഭക്ഷണം വിളമ്പി എല്ലാവരും സദ്യയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയണം. അത് കേൾക്കുമ്പോഴാണ് മനസ്സ് നിറയുന്നത്. മോളുടെ സദ്യനെ ആരാ മോശം പറയുക? അതെന്താണെങ്കിലും അത്യുഗ്രനായിരിക്കില്ലേ? ഇതേസമയം വരുണും പരമേശ്വരനും കൂടി സംസാരിക്കുന്നേ. വരുൺ പറയണേ, അല്ല അച്ഛാ, ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, അധികം പരിചയമൊന്നുമില്ലാതിരുന്നിട്ട് കൂടി ഇവർ അച്ഛനെ അമ്മേനെയും വന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന് ക്ഷണിച്ചിരിക്കുന്നു. മാത്രമല്ല അതേ സമയത്ത് ചെറിയച്ഛനും ആ സാറും ഇവിടെ വന്നിരിക്കുന്നു. ഞങ്ങളും അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഓർഡറിൻ്റെ പേരിൽ ഇവിടെ വന്നിരിക്കുന്നു. ഇതെല്ലാം കൂടി കൂട്ടിയിണക്കി വായിക്കുമ്പോൾ എന്തോ ചെറിയൊരു അസ്വാഭാവികത തോന്നുന്നില്ലേ? ചിലപ്പോൾ ആവശ്യമില്ലാതെ ചിന്തിക്കുന്ന കാരണം തോന്നുന്നതും ആകാം. പ്രത്യേകിച്ചൊന്നും ഇല്ലായിരിക്കും അല്ലേ അച്ഛാ? അതേടാ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. നല്ലൊരു ദിവസമല്ലേ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് പത്മിനിയും പരമേശ്വരനും കൂടി ജോൺസൻ്റെയും വൈഫിൻ്റെ അരികിലേക്ക് ചെല്ലുന്നതാണ്. അങ്ങനെ കുട്ടിക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ജോൺസൺ പറയണേ, നിങ്ങൾ രണ്ടുപേരും വന്നത് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, ഫുഡ് കഴിച്ചിട്ടേ പോകാവൂ എന്നും പറഞ്ഞ് അവർ ഓരോ അതിഥികളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തായിരിക്കും അവരുടെ മുമ്പിലേക്ക് ചന്ദ്രശേഖരനും സാറേയും വരുന്നത്. അന്നേരം പരമേശ്വരൻ ചോദിക്കണേ, ഞങ്ങളിവിടെ വന്നതിൽ നിങ്ങൾക്ക് അപമാനം വല്ലതുമായോ? ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിരുന്നു ജോൺസൺ വന്ന് ഞങ്ങളെ വിളിച്ചത്. അങ്ങനെ ഒരാളത്രയും കാര്യമായിട്ട് വിളിച്ചപ്പോൾ വരാതിരിക്കാനും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങ് പോകുന്നത്. ഇതേസമയം അവിടെ വരുണിൻ്റെ രാധികയാണെങ്കിൽ സദ്യക്കുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്തായിരിക്കും സാറ അങ്ങോട്ടേക്ക് ജഗ്ഗിൽ വെള്ളം എടുക്കാനായിട്ട് വരുന്നത്. അന്നേരം വെള്ളം കൊണ്ട് നിൽക്കുന്ന രാധികയാണെങ്കിൽ പെട്ടെന്ന് തിരിയുന്നതും സാറയുടെ ഡ്രസ്സിൽ കുറച്ച് വെള്ളം വീഴുവാണ് കേട്ടോ. അത് കാണുന്നതും സാറ അങ്ങ് പൊട്ടിത്തെറിക്കണേ, ചേ എന്താ നീ കാണിക്കുന്നത്? എത്ര വില കൂടിയ ഡ്രസ്സാണ് ഇതെന്ന് നിനക്കറിയോ എന്നും പറഞ്ഞ് രാധിക തല്ലാനായിട്ട് കൈയോങ്ങുവാ. ഈ സമയം വരുൺ തടഞ്ഞുകൊണ്ട് വരുവാ. അതെ അതെ, നിങ്ങൾ എന്താ കാണിക്കുന്നേ? തൊട്ടു പോകരുത് അവളെ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കിയാലുണ്ടല്ലോ, നിങ്ങൾ തന്നെയായിരിക്കും നാണം കെടേണ്ടി വരേണ്ടത്. ചുമ്മാ ഞങ്ങളങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുകയൊന്നുമില്ല. ഈ സമയം പരമേശ്വരനും പത്മിനിയൊക്കെ ഈ കാഴ്ച കണ്ട് ഞെട്ടലോട് കൂടി നോക്കി നിൽക്കുവാണ്. അന്നേരം സാറ പ്രശ്നം ഉണ്ടാക്കുക. സാറ ജോൺസനെ വിളിക്കുക. ജോൺസാ, നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ ജോലിക്കാരെയൊക്കെ? ഒന്നിനും കൾച്ചറും ഇല്ല, മാനേഴ്സും ഇല്ല. മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല. അതെങ്ങനെയാ? അതൊക്കെ അറിയണമെങ്കിൽ സംസ്കാരം എന്ന് പറഞ്ഞൊരു സാധനം അരികിൽ കൂടി പോകണ്ടേ? ആരൊക്കെയോ സദ്യ വിളമ്പുന്നത് കണ്ട് അതുപോലെ ചെയ്യാൻ തിരിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അതിനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചെയ്യേണ്ട ഓരോ ജോലികൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാതെ ആർക്കും എന്തു ആകാം എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അതാണ് ഇവരുടെയൊക്കെ അഹങ്കാരത്തിന് കാരണം. ഇതുപോലുള്ളവരെയൊക്കെ എങ്ങനെയാണ് വിശ്വസിച്ച് വീട്ടിൽ കയറ്റുക? അന്നേരം വരുൺ ദേഷ്യപ്പെടണേ, ദേ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് അവർക്ക് നേരെ ചാടി വീഴുവാണ്. അന്നേരം രാധിക വരുണിനെ സമാധാനിപ്പിച്ച് നിർത്തണേ. വരുൺ, വേണ്ട, ഇവരിവിടെ അതിഥികളായിട്ട് വന്നവരാ, നമ്മളിവിടുത്തെ ജോലിക്കാരും. അപ്പോൾ നമ്മളോട് ഇവർക്ക് ഇതുപോലെ പലതും പറയാം, പക്ഷേ നമ്മളത് കേൾക്കാത്ത പോലെ നിന്നാൽ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഈ ചെവി കൂടി കിട്ടി ഇപ്പുറത്തെ തീ കൂടി കളഞ്ഞാൽ മാത്രം മതി. ഈ സമയം സാറ് പറയുന്നുണ്ട്, ഇതുപോലെയുള്ള അഹങ്കാരം പിടിച്ചവരെയൊക്കെ വീട്ടിൽ കയറ്റിയാലുണ്ടല്ലോ, ഇതുപോലെ പല കോപ്രായങ്ങളും കാണേണ്ടി വരും. ഇവളെയൊക്കെ എന്ത് വിശ്വസിയോടെ നിർത്താനാണ്? ഇനി പരിപാടി കഴിയുമ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെ അടിച്ചുകൊണ്ട് പോയില്ലെന്ന് ആര് കണ്ടു? അന്നേരം പരമേശ്വരൻ പൊട്ടിത്തെറിക്കണേ, സാറാ നിർത്തുന്നുണ്ടോ? നിങ്ങൾ ഈ ജോലിക്കാരെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ആരെയാണെന്നൊന്ന് ഓർക്കണം. അവരെ എൻ്റെ മക്കളാ, ഈ കണിമംഗലം പരമേശ്വരൻ്റെ മക്കളും. കണിമംഗലത്തെ സകല സൗഭാഗ്യങ്ങളും ജീവിച്ചിരുന്നവരവർ. അവരിന്നത്തെ ഈ നിലയിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ഇവിടെ തന്നെയുള്ള ചിലരൊക്കെ തന്നെയാണ്. അവരുടെ പേര് പറയാൻ തൽക്കാലം എൻ്റെ മാന്യത എന്നെ സമ്മതിപ്പിക്കുന്നില്ല. പിന്നെ കണിമംഗലം പരമേശ്വരൻ്റെ സ്വത്തെന്ന് പറയുന്നത് പണോ സമ്പാദ്യമോ ഒന്നുമല്ല. ദേ ഈ നിൽക്കുന്ന എൻ്റെ മക്കൾ തന്നെയാണ്. അവരെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും അവർ ആത്മാഭിമാനത്തോടെ ഒരു ജോലി ചെയ്ത് ജീവിക്കുവാണ്. ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ അഭിമാനവും. അങ്ങനെ പരമേശ്വരൻ്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ നാണം കെട്ട് നിൽക്കുവാണ് കേട്ടോ സാറേയും ചന്ദ്രശേഖരനും ഒക്കെ. അങ്ങനെ അച്ഛൻ തങ്ങളെക്കുറിച്ച് പറഞ്ഞതോർത്ത് വരുണിൻ്റെ രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന ശ്യാമേനെയാണ്. ഈ സമയം ശ്യാമയുടെ അരികിലേക്ക് എത്തുവാണ്ട് ഊർമിള. അന്നേരം കണ്ണു തുറക്കുന്ന ശ്യാമയാണെങ്കിൽ പെട്ടെന്ന് ഊർമിളയെ കാണുന്നതും ചാടി എഴുന്നേറ്റ് ഭയന്നിരിക്കുക. അന്നേരം ഊർമിള ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? എന്താലോചിച്ച് കിടക്കുക? എന്തെങ്കിലും ഓർത്തെടുക്കാൻ ശ്രമിക്കുമായിരുന്നോ? എന്നിട്ട് എന്തെങ്കിലും ഓർമ്മ വന്നോ? അത് പിന്നെ എന്ന് പറഞ്ഞ ശ്യാമ ആലോചിച്ചിരിക്കുക. ഈ സമയം ഊർമിള ചോദിക്കുന്നുണ്ട്, അല്ല ഇയാളുടെ പേരെന്താണെന്നറിയോ? അത് പേര് ഏഞ്ചൽ മേരി എന്നാ പേര്. ഏഞ്ചൽ മേരിയോ? ആ അതെ, ഏഞ്ചൽ മേരി. ആര് ചോദിച്ചാലും അങ്ങനെ പറയാവൂ കേട്ടോ. അതല്ലോ എൻ്റെ പേര്. പിന്നെന്തിനാ അങ്ങനെ പറയാവൂ എന്ന് പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താ പറഞ്ഞത്? പേര്? ആ, ഏഞ്ചൽ മേരി. ഏഞ്ചൽ മേരി അല്ലേ എന്നും പറഞ്ഞ് ശ്യാമ വീണ്ടും ഇങ്ങനെ കിടന്നുകൊണ്ട് ആലോചിക്കുവാണ്. ഈ സമയം ഊർമിള മനസ്സിൽ പറയുന്നുണ്ട്, ഇനി അവളുടെ മനസ്സിൽ ഒരു ഓർമ്മയുണ്ടാകാൻ പാടില്ല. ഏഞ്ചൽ മേരി എന്നുള്ള പേരും ആ ഓർമ്മകളും മാത്രം മതി നിനക്ക് എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് ഊർമിള. പിന്നീട് ജോൺസന്റെ മകനായ റയാൻ്റെ കേക്ക് കട്ടിങ്ങൊക്കെയാണ് കാണിക്കുന്നത്. ആ സമയം വരുണും രാധികയും പരമേശ്വരനും ചന്ദ്രശേഖരും എല്ലാവരും അവിടെ ഉണ്ടാകും. അങ്ങനെ എല്ലാവരും പാട്ടൊക്കെ പാടി കുട്ടീനെ കൊണ്ട് കേക്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ചന്ദ്രികേനെ മാറ്റി നിർത്തി സാറ താൻ ഒളിപ്പിച്ചുകൊണ്ടുവന്ന ആ വിഷക്കുപ്പിയുണ്ടല്ലോ, അത് ചന്ദ്രയുടെ കൈ കൊടുക്കുന്നുണ്ട്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അന്നേരം ചന്ദ്രികയാണെങ്കിൽ പേടിച്ച് അതും വാങ്ങി അടുക്കളയിലേക്ക് പോകുവാണ് കേട്ടോ. എന്നിട്ട് സാറ വീണ്ടും വന്ന് ചന്ദ്രശേഖരൻ്റെ അരികിൽ നിൽക്കുവാണ്. അന്നേരം മുറിച്ച കേക്ക് അവിടെ കുട്ടിയാണെങ്കിൽ എല്ലാവർക്കും ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം സാറ ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, അതെ, ഇനി കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും സദ്യ കഴിക്കാനിരിക്കും. ഒരു കാരണവശാലും നമ്മളത് കഴിക്കാൻ പാടില്ല. ആ സദ്യ കഴിക്കുന്നതോടെ ഒരു ദുരന്തം തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൽ പരമേശ്വരൻ്റെ ഭാര്യയും കൂടി ഉൾപ്പെടണം. അതിനുവേണ്ടിയാ ജോൺസനെ കൊണ്ട് അവരെയും കൂടി ഞാൻ വിളിക്കാൻ പറഞ്ഞത്. നമുക്ക് ശല്യങ്ങളായിട്ടുള്ള ആ രണ്ടുപേര് ഇന്നത്തോടു കൂടി തീരട്ടെ എന്നേ. അതോടെ ആറ്റുവാശ്ശേരി സദ്യയുടെ കാര്യത്തിലും തീരുമാനമാകും. ഓ, അതാണല്ലേ ആറ്റുവാശ്ശേരി സദ്യയുടെ നാശമാണ് എന്നേക്കുമായിട്ട് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്? അതെ, ഭക്ഷ്യവിഷബാധയായിട്ട് ഇത്ര ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും പോലീസുകാർ വരുണിനെയും രാധികനെ അറസ്റ്റ് ചെയ്യും. അതോടെ തീരും അവളുടെയും സകല അഹങ്കാരങ്ങളും. നമ്മളൊരു വലിയ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി കുറേ പേരെ കുരുതി കൊടുക്കേണ്ടി വരുവാണ്. പക്ഷെ സാരമില്ല, അങ്ങനെയൊക്കെ ചെയ്താലല്ലേ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം കുറച്ച് പേര് ഇതുപോലെ രക്തസാക്ഷികളായിരിക്കും. അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് സാറ. പാവം ജോൺസണും കുടുംബവും ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഇതിലിനി ഇവനും ഇവൻ്റെ കുടുംബവും ഉൾപ്പെട്ടാലും നമുക്കത് സങ്കടത്തോടെ നോക്കി നിൽക്കാനല്ലേ പറ്റൂ എന്നും പറഞ്ഞ് ചിരിച്ചു നിൽക്കുവാണ് കേട്ടോ സാറയും ചന്ദ്രശേഖരനും. ഇതേസമയം അടുക്കളയിലാണെങ്കിൽ ആ പായസം എടുത്തിട്ട് അതിൻ്റെ മുമ്പിൽ വിഷക്കുപ്പിയും പിടിച്ച് ടെൻഷനോടുകൂടി നിൽക്കുവാണ് ചന്ദ്രിക. പെട്ടെന്നായിരിക്കും വരുണിൻ്റെ അധികം അകത്തേക്ക് കയറി വരുന്നത്. അവരുടെ സംസാരം കേൾക്കുന്നതും വിഷക്കുപ്പി മറച്ചു പിടിക്കുവാണ്ടോ ചന്ദ്രിക. അന്നേരം പറയുക, കുട്ടികളൊക്കെ ഓടി നടക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ ഭക്ഷണത്തിലും മറ്റും പൊടികളോ മറ്റോ വീണാലോ. ചന്ദ്രികയുടെ ആത്മാർത്ഥതയൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് വരുണിൻ്റെ അധികം. ഈ സമയം അവരെ കാണാൻ ആരോ വന്നു എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോകുവാണ്. അങ്ങനെ അവർ പോയതക്കത്തിന് ചന്ദ്രിക വേഗം തന്നെ ആ വിഷക്കുപ്പിയിലെ വിഷം മുഴുവൻ ആ പായസത്തിലേക്ക് കലർത്തി നല്ലപോലെ മിക്സ് ചെയ്ത് അവിടെ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ടെൻഷനോടുകൂടി മാറി നിൽക്കുവാണ്. ഈ സമയം വരുണിൻ്റെ അധികം പുറത്തേക്ക് എത്തുവാണ്. അങ്ങനെ ആറ്റുവാശ്ശേരിയിൽ നിന്ന് കൊടുത്തയച്ച പരിപ്പ് കറി അവിടെ എത്തിയിട്ടുണ്ട്. ഈ സമയം വരുൺ മുത്തശ്ശീനെ ഫോണിൽ വിളിക്കുക. ആ, എന്തായി മോനെ? പരിപ്പ് കറി അവിടെ എത്തിയല്ലോ അല്ലേ? ആ അതെ മുത്തശ്ശി, ദേ ഇപ്പം അയാൾ കൊണ്ടുവന്നതേ ഉള്ളൂ. രാധിക മോൾ എന്താ ടെൻഷനിലായിരുന്നോ? മുത്തശ്ശി തന്നെ ചോദിക്ക്, ഞാൻ കൊടുക്കാം. എന്നിട്ട് രാധികയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. മോളെ, കറി എത്തിയിട്ടുണ്ട് കേട്ടോ, മോളുടെ ടെൻഷനൊക്കെ മാറിയില്ലേ? എന്താണെങ്കിലും ഒരു കാര്യം നിനക്കുറപ്പിക്കാം, നിൻ്റെ ആറ്റുവാശ്ശേരി സദ്യക്ക് ഒരു കോട്ടവും ഞങ്ങൾ വരുത്തിയിട്ടില്ല കേട്ടോ. അതെനിക്കറിയില്ലേ മുത്തശ്ശി. എന്താണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വിളിക്കാം. എന്നാൽ ശരി മുത്തശ്ശി. അങ്ങനെ പറഞ്ഞ് വരുണിൻ്റെ അധികം ആ പരിപ്പിൻ്റെ പാത്രവും വാങ്ങി അകത്തേക്ക് പോകുവാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡിയായി അല്ലേ വരുൺ? പിന്നീട് രാധിക ചന്ദ്രികയുടെ മോളുണ്ടല്ലോ മേഘ, ആ മേഘേനെയും കൂട്ടി പുറത്തേക്ക് എത്തുവാണ്. അവിടെ പിന്നാമ്പുറത്ത് രാധിക ഒരു ചെറിയ കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാകും കേട്ടോ, മേഘയുടെ പിറന്നാളിനായിട്ട് കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ വരുണും ചന്ദ്രികയൊക്കെ അവിടെ എത്തുന്നുണ്ട്. ഈ സമയം ആ കേക്ക് കണ്ട് മേഘ ചോദിക്കുക, ഇതെന്താ ചേച്ചി വേറൊരു കേക്ക്? അവിടെ ആ കുട്ടി ഒരു കേക്ക് കട്ട് ചെയ്തതല്ലേ, ഇനിയും കേക്ക് മുറിക്കുമോ? മോളതിൽ എഴുതിയിരിക്കുന്ന പേരൊന്ന് വായിച്ചു നോക്കിക്കേ. അങ്ങനെ മേഘ അത് വായിക്കുമ്പോഴാണ് കേട്ടോ തൻ്റെ പേര് എഴുതിയിരിക്കുന്നത് കാണുന്നത്. അത് കാണുമ്പോൾ ചന്ദ്രയ്ക്കും മേഘക്കും ഒത്തിരി സന്തോഷമാകണേ. ഈ സമയം വരുൺ പറയുന്നുണ്ട്, ഇന്ന് മേഘമോളുടെ പിറന്നാളാണല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് രാധിക കേട്ടു. അപ്പം തന്നെ ഇയാൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചതായി കേക്ക്. മോൾ കേക്ക് കേട്ടേ
അങ്ങനെ മേഘ ഒത്തിരി സന്തോഷത്തോടെ കേക്കൊക്കെ മുറിക്കുവാണ്. എന്നിട്ട് ആദ്യം തന്നെ അമ്മക്ക് ഒരു പീസ് കൊടുക്കുന്നുണ്ട്. പിന്നീട് രാധയ്ക്കും വരുണും കൊടുക്കുക. എന്നിട്ട് സന്തോഷത്തോടെ മേഘ പറയണേ, സത്യം പറയാമല്ലോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പിറന്നാൾ ആഘോഷിക്കുന്നത്. ഒത്തിരി സന്തോഷമായി. ഈ സമയം രാധിക ചന്ദ്രികയോട് പറയണേ, ചേച്ചി, മക്കൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ പറയൂ. അവരുടെ ഇത്തരം ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ എന്ത് വില കൊടുത്ത് സാധിച്ചു കൊടുക്കാൻ നോക്കണം. നമ്മൾ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവരുടെ ഇത്തരം ചെറിയ ആഗ്രഹങ്ങളെങ്കിലും നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. മോളുടെ അടുത്ത വർഷത്തെ ബർത്ത്ഡേ ഉണ്ടല്ലോ, നമുക്ക് ആറ്റുവാശ്ശേരിയിൽ ചേച്ചിയുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാം. വലിയ പന്തലൊക്കെ ഇട്ട് കുറേ പേർക്ക് സദ്യയൊക്കെ കൊടുക്കാം. എന്താ, സന്തോഷമായില്ലേ മോൾക്ക്? എനിക്ക് ഒത്തിരി സന്തോഷമായി. ഈ സമയത്തായിരിക്കും ജോൺസൺ വന്ന് വിളിക്കുന്നത്. അതെ, സദ്യയൊക്കെ വിളമ്പാൻ സമയമായി കേട്ടോ. അങ്ങനെ വരുണിൻ്റെ രാധികയും സദ്യ വിളമ്പാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഈ സമയം ചന്ദ്രികയാണെങ്കിൽ അവരുടെ ആ സ്നേഹമൊക്കെ ഉണ്ട് വല്ലാത്ത കുറ്റബോധത്തിൽ നിൽക്കുവാണ് കേട്ടോ. പിന്നീട് എല്ലാവരും സദ്യ കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. അങ്ങനെ അവർക്കുള്ള സദ്യയും കറികളെല്ലാമായിട്ട് വിളമ്പി വെക്കുവാണ് രാധികയും വരുണും ചന്ദ്രികയൊക്കെ ചേർന്നിട്ട്. ഈ സമയം ഓരോരുത്തരെ വന്ന് കഴിക്കാനിരിക്കുവാണ്. അന്നേരം ജോൺസൺ ചെന്ന പരമേശ്വരനെയും പത്മിനിനെയും വിളിക്കുന്നുണ്ട്. നിങ്ങളും വരൂ, അവിടെ ആവശ്യത്തിന് സ്ഥലമുണ്ട്. അങ്ങനെ പരമേശ്വരനും പത്മിനിയും കൂടി കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഈ സമയം വരുണിൻ്റെ രാധികയും അച്ഛനും അമ്മക്കും പ്രത്യേകമായിട്ട് വന്ന് സദ്യയൊക്കെ വിളമ്പുവാണ് കേട്ടോ. പിന്നീട് ജോൺസൺ സാറേനെയും ചന്ദ്രശേഖരനെയും വിളിക്കാനായിട്ട് ചെല്ലുക. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഓ ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വിശക്കുന്നില്ല, നമുക്ക് വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി പിന്നീട് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഈ സമയം രാധിക അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് ചെല്ലുവാണ്. എങ്ങനെയുണ്ട് ഭക്ഷണം എന്നൊക്കെ ചോദിക്കുക. അന്നേരം രണ്ടുപേരും രാധിക ഉണ്ടാക്കിയ ഫുഡിനെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. മോളെ, എല്ലാ കറികളും അത്യുഗ്രനായിട്ടുണ്ട്. മനസ്സും വയറും ഒക്കെ നിറഞ്ഞു. എല്ലാത്തിനും സൂപ്പർ രുചി തന്നെയാണ്. ആരും എന്നാണെങ്കിലും മോശം പറയില്ല. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അക്കാര്യത്തിൽ മോൾക്ക് ഒരു സംശയം വേണ്ട കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ്ടോ രാധിക. ഈ സമയം ജോൺസൻ്റെ മോനായിട്ട് വരുവാണ്. മോനെയും അവിടെ ഇരുത്തി മോനും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കുട്ടിയും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ സന്തോഷത്തോടെ വരുണിൻ്റെ അരികിലേക്ക് എത്തുക. അതെ, അച്ഛനും അമ്മയും സദ്യ അടിപൊളിയായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ, അല്ലെങ്കിലും മരുമോളുണ്ടാക്കിയ സദ്യ കൊള്ളില്ലെന്ന് അച്ഛനും അമ്മയും പറയുമെന്ന് തോന്നുന്നുണ്ടോ? അതെന്താ, ഞാനുണ്ടാക്കിയത് കൊണ്ടാണോ അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞത്? അല്ലാതെ ശരിക്കും എന്താ സദ്യക്ക് രുചിയില്ലേ? എടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. താനുണ്ടാക്കിയ സദ്യ എത്ര നന്നായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഈ സമയം ചന്ദ്രികയാണെങ്കിൽ അവിടെ ടെൻഷൻ അടിച്ച് അവരുടെ അരികിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. അന്നേരം സാറ എല്ലാം നടത്തിയില്ലെന്ന് ചന്ദ്രികയോട് ആക്ഷനിലൂടെ ചോദിക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രിക അതെന്ന് പറഞ്ഞ് തലയാട്ടുവാണ് കേട്ടോ. ഈ സമയം രാധിക ചോദിക്കുന്നുണ്ട്, എല്ലാവരും കഴിച്ചു കയറായില്ലേ? എന്തെങ്കിലും വേണമെന്നൊന്ന് ചോദിക്കേ, അപ്പോഴേക്കും ഞാൻ പായസം ഒക്കെ എടുക്കാം. അങ്ങനെ രാധിക പായസം ഗ്ലാസ്സിലേക്ക് എടുത്തുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന സാറേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ജോൺസൻ്റെ മകൻ റയാനുണ്ടല്ലോ വല്ലാതെ ഛർദ്ദിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിക്കൂടുന്നുണ്ട്. എന്താ പറ്റിയെന്നറിയാതെ എല്ലാവരും പരിഭ്രമത്തോടെ ഇരിക്കുക. ഈ സമയം സാറ പറയണേ, അയ്യോ എന്താ പറ്റിയത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണല്ലോ കുട്ടിക്ക് ഇങ്ങനെ അസ്വസ്ഥത തുടങ്ങിയത്. എന്താണെങ്കിലും അധികം വൈകിപ്പിക്കണ്ട. ഇപ്പം തന്നെ കുട്ടികളെല്ലാം കാറി കയറ്റ്, ഡ്രൈവറുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. എന്ത് വിഷമൊക്കെയാണ് ഇവളുവനും ചേർന്ന് വിളമ്പിയെന്ന് ആർക്കറിയാം. അങ്ങനെ പറഞ്ഞ് എല്ലാ കുട്ടികളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുവാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് ടെൻഷനിലും പരിഭ്രമത്തിലും നിൽക്കുവാണ് വരുണും രാധികയും. ചേട്ടാ, ഞങ്ങൾ കൂടി വരാം എന്ന് രാധിക പറയുന്നുണ്ട്. ഈ സമയം സാറ പറയണേ, അല്ലെങ്കിലും നിങ്ങൾ പോകാൻ വരട്ടെ, ഇവിടെ തന്നെ ഉണ്ടാവണം രണ്ടും. ഇതിനൊക്കെ നീ ഓനും ചേർന്ന് കണക്ക് പറയേണ്ടി വരും. അങ്ങനെ കുട്ടികളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയം ജോൺസണും കുടുംബമാണെങ്കിൽ ആകെ തകർന്ന് നിൽക്കുക. എന്നാലും നിങ്ങൾ ഈ കൊലച്ചതി ഞങ്ങളോട് ചെയ്ത് കളഞ്ഞല്ലോ എന്നും പറഞ്ഞ് വരുണിനെയും രാധികയെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുവാണ്ടോ അവർ. അന്നേരം വരുണിൻ രാധികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാതെ ആകെ തകർന്ന് നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും പോലീസ് ജീപ്പ് അവിടെ എത്തുന്നത്. ജീപ്പിൽ നിന്നും ഇറങ്ങുന്നത് മറ്റാരുമല്ല, CI ബെഞ്ചമിൻ തന്നെയാണ്. അങ്ങനെ ബെഞ്ചമിനെ കാണുന്നതോടെ വീണ്ടും ടെൻഷനിൽ നിൽക്കുവാണ് വരുണും രാധികയും. എന്താകും സംഭവിക്കാൻ പോകുന്നത്? രാധികയും വരുണും കുടുങ്ങുമോ? അതോ അവരിത്ര വേണം രക്ഷപ്പെട്ട് കാണുമോ? മറ്റെന്തെങ്കിലും ടെസ്റ്റ് ഇനി കാണാനുണ്ടോ? എന്താണെങ്കിലും നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്